അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. വേദം ഉപദേശിക്കുന്ന മാർഗത്തിൽ അതിനനുസരിച്ചുകൊണ്ട് സ്മാർത്ഥകർമ്മങ്ങളും ശ്രൗതകർമ്മങ്ങളും ചെയ്തില്ല. ഈ യജ്ഞങ്ങൾ വേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ എന്നോർത്ത് വാർദ്ധക്യാവസ്ഥയിലിരുന്നു പരിതപിക്കുകയാണ്. കർമ്മത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അവസാനം വരെയും ശ്രദ്ധ വേണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ 7-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 7-ാം ശ്ലോകമാണ് വിചാരം ചെയ്യുന്നത്. അവിടെ സംഭവിച്ചു പോയ വീഴ്ചകളെ ഓർമ്മിക്കുകയാണ്. നോ ശക്യം സ്മാർത്തകർമ്മ പ്രതിപദ ഗഹന പ്രത്യവായാകുലാഖ്യം ശ്രൗതേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ. സ്മാർത്തകർമ്മം എന്ന് പറയുമ്പോൾ സ്മൃതിവിഹിതങ്ങളായ കർമ്മം. സ്മൃതിവിഹിതങ്ങളായ കർമ്മങ്ങളെ തന്നെ നമുക്ക് ഇഷ്ടമെന്നും പൂർത്തമെന്നും വേർതിരിക്കാം. സാമാന്യമായി ഇഷ്ടം ശ്രൗതമാണ്. ഇഷ്ടം എന്ന് പറയുമ്പോൾ യാഗം, അഗ്നിഹോത്രം ഉൾക്കൊള്ളുന്ന കർമ്മമാണ്. അപ്പം അഗ്നിഹോത്രം ഉൾക്കൊള്ളുന്ന യാഗാദി കർമ്മം പൊതുവെ ശ്രൗതമാണ്, ശ്രുതിവിഹിതമാണ്. എങ്കിൽ പോലും സ്മാർത്ഥമായിട്ടും യാഗങ്ങളുണ്ട്. ഉദാഹരണം ചണ്ഡീയാഗം, വിഷ്ണുയാഗം, ഇതൊക്കെ വളരെ പ്രസിദ്ധങ്ങളാണ്, എല്ലാം സ്മാർത്ഥങ്ങളാണ്. അങ്ങനെയുള്ള ശ്രൗതകർമ്മങ്ങൾ. അതുപോലെ പൂർത്തകർമ്മങ്ങളുണ്ട്. പൂർത്തകർമ്മം എന്ന് പറയുമ്പോൾ ജനോപകാരപ്രദങ്ങളായിരിക്കുന്ന, പൊതുജനോപകാരത്തിന് വേണ്ടി കിണറുകൾ, കുളങ്ങൾ, ജലവിതരണ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സത്രങ്ങൾ, വെള്ളം, വെളിച്ചം തുടങ്ങിയവയ്ക്കുള്ള സൗകര്യങ്ങൾ എന്ന് വേണ്ട സമൂഹത്തിന് ഗുണകരമായി വരുന്ന എല്ലാ കർമ്മങ്ങളും പൂർത്തങ്ങളിൽപ്പെട്ടതാണ്. ഇതിൽ പൂർത്തങ്ങളെ സംബന്ധിച്ച് വലിയ പ്രത്യവായമൊന്നും പറയാനില്ല. പക്ഷേ ഇഷ്ടകർമ്മങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവ വേണ്ടതുപോലെ അല്ല ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന് പ്രത്യവായം ഉണ്ടാവും. പ്രത്യവായം പാപമുണ്ടാകും. എന്ന് മാത്രമല്ല, ചെയ്ത് പൂർത്തിയാക്കാനോ വളരെ ക്ലേശമാണ്. അതിൻ്റെ വിധികൾ വേണ്ടത് വണ്ണം പാലിക്കണം. അതിന് വേണ്ട വ്രതചര്യകൾ പാലിച്ചിരിക്കണം. ഓരോ ഘടകവും അതിൻ്റെ അളവിൽ വേണം. അത് അർപ്പിക്കപ്പെടുന്നതാകട്ടെ വിധാനത്തിനനുസരിച്ചായിരിക്കണം. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സ്മാർത്ഥകർമ്മങ്ങൾ പ്രതിപദഗഹനമാണ്. പ്രതിപദം, ഓരോ കാൽവെപ്പിലും എന്ന് വെച്ചാൽ എപ്പോഴും സദാ ഗഹനമാണ്. പോരെങ്കിൽ പ്രത്യവായാഖ്യമാണ്. എവിടെയെങ്കിലും പിഴവ് വന്നാൽ പ്രത്യവായം വരും. 10 ഘട്ടങ്ങളിൽ 9 ഘട്ടങ്ങളും വളരെ ശ്രേഷ്ഠമായി ചെയ്തു. പക്ഷെ ഒരു ഘട്ടത്തിൽ പിഴവ് വന്നാൽ അത് മതി പാപം. അത് കർമ്മവിഷയത്തിൽ അങ്ങനെയാണ്. ഇതെല്ലാ കർമ്മങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ചിലർ ചോദിച്ചേക്കാം, അതെങ്ങനെ ശരിയാവും, അതൊരു ന്യായമാണോ? 10 ഘട്ടങ്ങളായിട്ടുള്ളൊരു പ്രവൃത്തിയിൽ 9ഉം നേരെ ചെയ്തു, 1 മോശമായി, അപ്പോൾ 9ൻ്റെ നന്മയും ഉണ്ടാവില്ലേ എന്ന് ചിലർ സംശയിച്ചേക്കാം. അതില്ല. എല്ലാ കർമ്മങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഏത് കർമ്മം വേണമെങ്കിലും ഉദാഹരണമായിട്ട് എടുത്തോളൂ. ഒരാൾ പാചകം ചെയ്യുകയാണ്. വിവിധ ഘട്ടങ്ങളായിട്ടുള്ള പാചകമാണ്. ആ പാചകക്രിയ എല്ലാം ശ്രേഷ്ഠമായി ചെയ്തു. വളരെ കഷ്ടപ്പെട്ട് സമർപ്പണ ഭാവത്തോടു കൂടി ചെയ്തു. പക്ഷെ അവസാനത്തെ ഘട്ടത്തിൽ അതിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു 8 കാലി വീണ് വെന്തു. അതുവരെ ചെയ്തതെല്ലാം പോയി. എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. ഒരാൾ വളരെ സമർത്ഥമായിട്ട് 2 മണിക്കൂർ വാഹനം ഓടിക്കുകയാണ്. 1 മണിക്കൂർ 59 മിനിറ്റ്
വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഓടിച്ചു. പക്ഷെ അടുത്ത നിമിഷത്തിൽ കൊണ്ടുചെന്ന് ഇടിച്ചാലോ? അതുവരെയുള്ളതെല്ലാം പോയി. ഏത് കർമ്മവും ഇങ്ങനെയാണ്. ഒരു കർമ്മത്തിൻ്റെ പൂർണ്ണത വരെ ശ്രദ്ധ വേണം. പൂർണ്ണത വരെ ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ അതുവരെ ചെയ്തതെല്ലാം നഷ്ടമാകും, പ്രത്യവായം സംഭവിക്കും. അപ്പോൾ പ്രത്യവായ യുക്തവും പ്രതിപദഗഹനവുമായ സ്മാർത്ഥകർമ്മം ഭഗവാനെ വേണ്ടതുപോലെ ഞാൻ ചെയ്തില്ലല്ലോ. പിന്നെയോ ശ്രൗതേ വാർത്താ കഥം മേ, ശ്രൗതകർമ്മത്തിൽ എനിക്ക് എന്ത് പറയാനാണ്? മേ എനിക്ക് ശ്രൗതേ, ശ്രൗതകർമ്മത്തിൽ കിം വാർത്ത, എന്ത് വാർത്ത പറയാൻ എന്ന് വെച്ചാൽ എനിക്ക് പറയാനേ യോഗ്യതയില്ല, പറയാനേ പറ്റില്ല, ഒട്ടും ചെയ്തില്ല ശ്രൗതകർമ്മങ്ങൾ. എന്തുകൊണ്ടെന്നാൽ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ, ദ്വിജകുലവിഹിതമായ ശ്രൗതകർമ്മത്തിൽ, ദ്വിജകുലം, ദ്വിജന്മാരുടെ കുലം, ദ്വിജൻ ഉപനയനാദി സംസ്കാരങ്ങളെ ചെയ്ത് ഗായത്രി സ്വീകരണം ചെയ്ത് അതിൻ്റെ അനുഷ്ഠാനം കൊണ്ട് ദ്വിതീയമായ ജന്മം ആർക്ക് ലഭിക്കുന്നു, അങ്ങനെയുള്ള ആളാണ് ദ്വിജൻ. ഈ ദ്വിജത്വത്തിലേക്ക് ഏതൊരു മനുഷ്യനും ഉയരാം. പക്ഷേ നിഷ്ഠയോടുകൂടി അവിടുത്തെ ചിട്ടകളെ പാലിക്കണം. അങ്ങനെ ചിട്ടയോടുകൂടി ആ ധർമ്മത്തെ പാലിക്കുമ്പോഴേ അതിനെ ദ്വിജകുലം എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അപ്രകാരം വിഹിതമായിരിക്കുന്ന ശ്രൗതകർമ്മങ്ങൾ എന്ന് മാത്രവുമല്ല ബ്രഹ്മമാർഗാനുസാരേ, ബ്രഹ്മം എന്നാൽ വേദമെന്നർത്ഥം, ബ്രഹ്മമാർഗം വേദമാർഗം, വേദോപദേശത്തിൻ്റെ മാർഗം. അപ്പോൾ വേദം ഉപദേശിക്കുന്ന മാർഗത്തിൽ അതിനനുസരിച്ചുകൊണ്ട് ശ്രൗതകർമ്മങ്ങളിൽ എനിക്ക് എന്ത് വാർത്ത, ഞാൻ എന്ത് പറയാനാണ്? താല്പര്യം ഒട്ടും ചെയ്തില്ല. ഇപ്പോൾ സ്മാർത്ഥവും ചെയ്തില്ല, ശ്രൗതവും ചെയ്തില്ല. ഇങ്ങനെ ശ്രൗതസ്മാർത്ഥങ്ങളാകുന്ന യജ്ഞങ്ങളെ ഞാൻ വേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ എന്നിരുന്ന് പരിതപിക്കുകയാണ്. പിന്നെയോ തുടർന്നും കർത്തവ്യ നിർവഹണം ചെയ്യാത്തതിനെക്കുറിച്ച് വിലപിക്കുന്നു. ആ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. ഓ